നമസ്കാരം. ബി.ജെ.പിയെ വെട്ടിലാക്കി ശ്രീലേഖ, ശബരിയെ കെണിയിൽപ്പെടുത്തി കോൺഗ്രസ്. ശ്രീലേഖയെ ബി.ജെ.പി പറഞ്ഞു പറ്റിച്ചതായ വെളിപ്പെടുത്തലാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീലേഖ തന്നെയാണ് ഇത്തരം ഒരു പരസ്യ പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നതും എല്ലാവരും അത് മനസ്സിലാക്കി കഴിഞ്ഞത്. മാത്രമല്ല, നിയമസഭയിലേക്ക് മത്സരിക്കാനില്ല എന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ചത് വൻ പ്രഹരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പറഞ്ഞു പറ്റിക്കുന്ന പാർട്ടി എന്ന ഇമേജാണ് ബി.ജെ.പിക്ക് ശ്രീലേഖ തന്നെ ഇപ്പോൾ ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. മേയറാക്കാമെന്ന് ഉറപ്പ് നൽകിയതിനാലാണ് മത്സരിച്ചത് എന്ന് ശ്രീലേഖ പറയുമ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. മാത്രമല്ല, ഇക്കാര്യം പ്രചരണ വേളയിൽ ബി.ജെ.പി പാളയത്തിൽ നിന്ന് തന്നെ ഉയർന്നു കേട്ടതുമാണ്. ഒരു കോർപ്പറേഷൻ കൗൺസിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാൻ എന്തായാലും DGP തസ്തികയിൽ ഇരുന്ന് സർവീസിൽ നിന്നും വിരമിച്ച ശ്രീലേഖ തയ്യാറാകുന്നില്ല എന്നതിനാൽ കുറെ വോട്ട് ആ ഇനത്തിലും ബി.ജെ.പി നഗരസഭയിൽ നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ മേയറാകുമെന്നുള്ള വലിയ പ്രതീക്ഷ ശ്രീലേഖയ്ക്കും മേയറാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ വോട്ടിട്ട ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ മേയറാക്കില്ല എന്നുള്ള തീരുമാനം പാർട്ടിയുടേത് മാത്രമായിരുന്നല്ലോ. ബി.ജെ.പി നേതൃത്വത്തെ ഒന്നാകെ ഞെട്ടിച്ച വെളിപ്പെടുത്തലായിട്ട് ശ്രീലേഖയുടെ മനസ്സ് തുറന്നുള്ള പറച്ചിലുണ്ടല്ലോ, അതിന് വേണമെങ്കിൽ അങ്ങനെ തന്നെ കാണാം. പറഞ്ഞത് തന്നെ ആയതിനാൽ ഇത് രാഷ്ട്രീയമായി ബി.ജെ.പിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു സ്ത്രീയെ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വെല്ലുവിളിയാകുവാനുള്ള സാധ്യത എന്ന് പറയപ്പെടുന്നത് ഈ പറഞ്ഞു പറ്റിക്കലാണ്, അതും ഒരു സ്ത്രീയെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് മുൻതൂക്കമുണ്ട്. ഈ കണക്ക് കൂടി മുൻനിർത്തിക്കൊണ്ടാണ് 10 സീറ്റുകൾ ഇത്തവണ നേടുമെന്ന ആത്മവിശ്വാസം ബി.ജെ.പി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ആ ആത്മവിശ്വാസത്തിന് സ്വന്തം പാളയത്തിൽ നിന്നുള്ള ഒന്നാന്തരം പാരയായും ശ്രീലേഖയുടെ പ്രതികരണത്തെ വിലയിരുത്താവുന്നതാണ് എന്ന് പറയട്ടെ. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടി ആയതിനാൽ ഈ പ്രതികരണത്തിന് ദേശീയ തലത്തിൽ വരെ വലിയ പ്രാധാന്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബി.ജെ.പിയിലെ ചേരിപ്പോര് തന്നെയാണ് ശ്രീലേഖ തഴയപ്പെടാൻ പ്രധാന കാരണം. ശ്രീലേഖയെ മേയറാക്കാൻ ശ്രമിച്ചതും അതിനായിട്ട് അവരെ സമീപിച്ചത്, മത്സരിപ്പിച്ചത് ഒക്കെ എല്ലാം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എ സുരേഷും ഉൾപ്പെടെ അങ്ങനെയുള്ള ഒരു കോക്കസായിരുന്നു. പക്ഷേ ഈ ഗ്രൂപ്പിനെതിരെ പാർട്ടിയിൽ നിൽക്കുന്ന കെ സുരേന്ദ്രൻ, വി മുരളീധരൻ വിഭാഗങ്ങളാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരം ഒരു നീക്കം പൊളിച്ചടുക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ അതിനവർക്ക് RSS നേതൃത്വത്തിന്റെ പിന്തുണ കൂടി ലഭിച്ചതാണ് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയത് എന്നുള്ളതാണ്. ശ്രീലേഖയെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാമെന്ന വാഗ്ദാനം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ സ്ഥലം MLA VK പ്രശാന്തുമായി ഉണ്ടായ ഓഫീസ് തർക്കം കൂടി ആയപ്പോൾ അവർ ശരിക്കും മടുത്തു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, വട്ടിയൂർക്കാവിൽ വിജയസാധ്യത എന്ന് പറയപ്പെടുന്നത് കുറവായതും ഇനി മത്സരിക്കാനില്ല എന്ന ശ്രീലേഖയുടെ തീരുമാനത്തിന് പിന്നിൽ ഉണ്ട് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. IPS ഓഫീസർ എന്ന നിലയിൽ ഉണ്ടാക്കിയ പ്രശസ്തി രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളയുന്നതിൽ ശ്രീലേഖയുടെ അടുപ്പക്കാർക്കിടയിലും വലിയ വിഷമമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് ഇനി അവർ രാഷ്ട്രീയത്തോട് തന്നെ ഗുഡ് ബൈ പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. ഒരല്പം താമസിച്ചാണ് വിവേകമെത്തിയത് എന്ന് വേണമെങ്കിൽ കരുതാം ശ്രീലേഖയ്ക്ക്. ശ്രീലേഖ കൗൺസിൽ സ്ഥാനം രാജിവെച്ചാൽ ബി.ജെ.പിയുടെ ഭരണം തന്നെ താഴെ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. 101 അംഗ കോർപ്പറേഷനിൽ 50 അംഗങ്ങളാണ് ബി.ജെ.പിക്കുള്ളത്. ഇപ്പോൾ ഒരു സ്വതന്ത്ര അംഗം പിന്തുണയ്ക്കുന്നുണ്ട്. എങ്കിലും അതിന്റെ ലൈഫ് എത്രമാത്രം എന്നത് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം ആള് സ്വതന്ത്രനാണേ. അപ്പോൾ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വിഴിഞ്ഞം വാർഡിൽ നിന്നും ബി.ജെ.പി ജയിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ശ്രീലേഖ രാജിവെച്ചാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷവും UDF-ഉം ബി.ജെ.പിയെ പരാജയപ്പെടുത്തുവാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാകും അത്തരം ഒരു ഉപതെരഞ്ഞെടുപ്പ് വരിക. അതുകൊണ്ട് തന്നെ ഒരു പൊതുസമ്മതൻ സ്ഥാനാർത്ഥിയായി ബി.ജെ.പിക്കെതിരെ വന്നാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ സാക്ഷാൽ മോദി പോലും ആഘോഷിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണമാണ് ബി.ജെ.പിക്ക് നഷ്ടപ്പെടുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ പിണക്കാതെ ഒപ്പം നിർത്താനുള്ള വഴി തന്നെയാണ് ബി.ജെ.പി നോക്കുക. അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതേസമയം നിയമസഭാ സീറ്റ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ തനിക്ക് ലഭിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശ്രീലേഖ മത്സരിക്കാനില്ല എന്ന് ഇപ്പോൾ പറഞ്ഞത് എന്ന പ്രചരണവും വ്യാപകമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നിയമസഭയിലേക്ക് മത്സരിച്ച് അഥവാ ജയിച്ചാൽ കോർപ്പറേഷൻ കൗൺസിൽ സ്ഥാനം അവർക്ക് രാജിവെക്കേണ്ടതായി വരും. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ബി.ജെ.പി തയ്യാറാകില്ല എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകമൊക്കെ മുൻ IPS ഓഫീസറായിട്ടുള്ള ശ്രീലേഖയ്ക്കുണ്ടല്ലോ. ഒരു മുഴം മുൻപേ എറിഞ്ഞ് മാനക്കേട് ഒഴിവാക്കാനാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയും ഈ ഘട്ടത്തിൽ നമുക്കതിനെ വിലയിരുത്താൻ പറ്റൂ. മാത്രമല്ല, വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്നുള്ളൊരു വാശി പിടിച്ച് കെ സുരേന്ദ്രൻ, അതായത് മുൻപത്തെ നമ്മുടെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം വാശി പിടിച്ച് നിൽപ്പുണ്ട്. ഒന്നുകിൽ പത്തനംതിട്ട അല്ലെങ്കിൽ
വട്ടിയൂർക്കാവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നുകിൽ പത്തനംതിട്ടയോ വട്ടിയൂർക്കാവോ ഇല്ലെങ്കിൽ തൃശ്ശൂരോ, ഈ 3 സീറ്റുകളിൽ ഏതെങ്കിലും ഒരു സീറ്റ് അദ്ദേഹം ലഭിച്ചേപ്പെട്ടു. മാക്സിമം വട്ടിയൂർക്കാവിൽ എത്തുക എന്നുള്ളതാണ് കെ സുരേന്ദ്രന്റെ ലക്ഷ്യം. അങ്ങനെ കെ സുരേന്ദ്രൻ ഇവിടെ വരികയാണെങ്കിൽ പിന്നെ ശ്രീലേഖയ്ക്ക് എന്തായാലും വട്ടിയൂർക്കാവ് സീറ്റ് ലഭിക്കുവാനുള്ള സാധ്യതയെ കാണുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് തന്നെ വെറുതെ ആയി പോയല്ലോ എന്നൊരു തോന്നലായിരിക്കാം ഇനി ഒരു മടങ്ങിപ്പോക്കിലേക്ക് അവർ ചിന്തിക്കുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ശ്രീലേഖയെ പോലെ തന്നെയാണ് കെ ശബരിനാഥന്റെ കാര്യം. കെ ശബരിനാഥനും കോർപ്പറേഷൻ കൗൺസിലറായിട്ട് ജയിച്ച് കുടുങ്ങിപ്പോയി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിനാഥൻ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ BJPക്ക് കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ഉറപ്പിച്ച് നൽകുവാനുള്ള മത്സരമായിട്ട് അതിനെ ചിത്രീകരിച്ച് സംസ്ഥാനത്ത് മൊത്തം അതിന്റെ ഒരു നേട്ടം കൊയ്യാൻ ഇടതുപക്ഷം ശ്രമിക്കും. കാരണം നമുക്കറിയാലോ, ഇപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പൊ ശബരിനാഥൻ ജയിച്ച കവടിയാർ സീറ്റ് നിലനിർത്താൻ കോൺഗ്രസിന് കഴിയുമോ? സത്യത്തിൽ കഴിയില്ല. അവിടെ വീണ്ടും ചിലപ്പോൾ BJP ആയിരിക്കും വിജയിക്കാൻ പോകുന്നത്. കേവലം 74 വോട്ടുകൾക്ക് മാത്രമാണ് ഈ കോർപ്പറേഷൻ വാർഡിൽ നിന്നും ശബരി ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ BJP റിബൽ 100-ലേറെ വോട്ടുകൾ പിടിച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ കാരണം നിരത്തി ഇടതുപക്ഷം ആഞ്ഞടിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വഞ്ചിയാണ് ആടി ഉലയാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസ് നേതൃത്വം സൃഷ്ടിക്കുവാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹസത്തിന് കോൺഗ്രസ് നേതൃത്വം മുതിരാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ശബരിനാഥനോടും അദ്ദേഹത്തിന്റെ ഭാര്യ ദിവ്യ സയ്യരോടും കോൺഗ്രസിൽ തന്നെ എതിർപ്പ് വളരെ ശക്തമായതിനാൽ ശബരിയെ കോർപ്പറേഷൻ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് തന്നെ ഒരു ഒതുക്കൽ നടപടിയുടെ ഭാഗമായാണ് ആ പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ കാണുന്നത്. 2 തവണ MLA ആയി ജയിച്ച ശബരിനാഥൻ ഇത്തവണ UDFന് ഭരണം ലഭിച്ചാൽ മന്ത്രിസ്ഥാനത്തിനുള്ള ഒരു കാൻഡിഡേറ്റാണ്. ഇത് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹത്തെ കോർപ്പറേഷനിൽ തളച്ചിടാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് വിചാരിച്ചാൽ പോലും ശബരിനാഥനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നത് എന്തായാലും പറയാതിരിക്കാൻ കഴിയുകയില്ല. എന്തായാലും ശബരിനാഥന്റെ 5 വർഷം പോയി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വരുന്ന ഒരു 5 വർഷത്തേക്ക് കൂടി അദ്ദേഹം ഇങ്ങനെ കൗൺസിലറായി ആരോരുമാകാതെ എങ്ങും എത്താതെ നടക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചു കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി. വളരെ വലിയ കഷ്ടമാണ്. ഇത്രയും ചിലപ്പോൾ വിദ്യാഭ്യാസപരമായി തന്നെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കുറച്ചുകൂടി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനകത്തേക്ക് മേയർ എന്നുള്ള പദവിയിലേക്ക് എത്തിക്കാം എന്നുള്ള ചില വാഗ്ദാനങ്ങൾ നൽകി മോഹന വാഗ്ദാനങ്ങൾ നൽകി അദ്ദേഹത്തിനെ കൊണ്ടുവന്നതാകാം. അദ്ദേഹം കരുതി കാണും വെറുതെ ഇരിക്കുന്നതിനേക്കാളും മേയർ ആയി കളയാം എന്നുള്ള ചിന്ത അദ്ദേഹത്തിനെ ഇവരെല്ലാവരും കൂടി വരുത്തി വെച്ചതായിരിക്കാം. എങ്ങനെയാണെങ്കിലും ശബരിനാഥൻ അത് ഏറ്റെടുത്തു. അങ്ങനെ കൗൺസിലറായി. പക്ഷെ മേയർ ആകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ കൗൺസിലർ സ്ഥാനം രാജിവെക്കാനും കഴിയുന്നില്ല. മേയർ ആയതുമില്ല. ഇനി നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള സാധ്യതകളും കുറവും. എന്തായാലും ശബരിനാഥൻ എന്ന് പറയപ്പെടുന്ന സത്യത്തിൽ വിദ്യനായിട്ടുള്ള ഇത്രയും വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കോൺഗ്രസ് നിയമസഭയിൽ തള്ളിക്കളഞ്ഞത് വല്ലാത്ത നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശബരിനാഥനെ സത്യത്തിൽ പെടുത്തുകയായിരുന്നു എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ശബരിയുടെ ജീവിതം ഈ 5 വർഷവും ഇനി കൗൺസിലറായിട്ട് തുടരാനായിരിക്കും വിധി.